ഹേയ് മച്ചാമാരെ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമ്പോൾ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചു എന്നുള്ളത്. ആക്ച്വലി ഞാനും ഒരു ടിക്ടോക്കർ ആയിരുന്നു. അതായത് എൻ്റെ അഭിനയം അത്യാവശ്യം ബെറ്റർ ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും ഇടാറില്ല. ഈ ബൈക്കിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെ ബൈക്കിൻ്റെ കുറച്ച് വീഡിയോസ് അതൊക്കെ ഇട്ടിട്ടാണ് സാധാരണ വെറുപ്പിക്കാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചപ്പോൾ വരുന്ന അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ടിക്ടോക്ക് പ്രമുഖർക്ക് ഒരു 2 മിനിറ്റ് സൈലൻസ്. രണ്ട് മിനിറ്റ് ആയോന്നറിയില്ല, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ നാട്ടുകാരുടെ പ്രശ്നത്തിൽ മൊത്തം കയറി നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. അത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നത്തിന് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിരിക്കും. നമ്മൾ ചുമ്മാ ഒന്ന് സമയം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്ടോക്ക് കയറി നോക്കുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിച്ച് കളിക്കുന്നുണ്ടാവും. എന്താ റീസൺ പോലും നമുക്കറിയില്ല, എന്നാലും അതെല്ലാം നമ്മൾ കാണണം. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇനിയിപ്പോൾ കേൾക്കേണ്ട ആവശ്യം വരില്ല. ഇതൊന്നും പോരാതെ രണ്ട് പ്രമുഖരാണെങ്കിൽ, അതായത് പ്രമുഖരാണെന്ന് ടിക്ടോക്ക് പ്രമുഖരാണെന്ന് സ്വയം പറയുന്നവരാണെങ്കിൽ, ഇവരുടെ വീഡിയോയ്ക്ക് കയറിയിട്ട് ഒരു ബന്ധമില്ലാത്ത ആളൊക്കെ കയറി റിയാക്ട് ചെയ്ത് അങ്ങനെ ചുളിവിൽ കുറച്ച് ലൈക്കൊക്കെ മേടിച്ചെടുക്കാനായിട്ട് നടക്കുന്ന വേറെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവരെയും കാണേണ്ട കാര്യമില്ല. പിന്നെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ടിക്ടോക്കിൽ ലൈക്ക് മേടിച്ച് അടങ്ങും എന്നും പറഞ്ഞ് നടക്കുന്ന വേറെ കുറച്ച് ചേച്ചിമാരുണ്ട്. അവർ ലൈക്കിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും. അപ്പോൾ ഞാൻ എന്താ മീൻ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതായത് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയുള്ള പരിപാടീസൊന്നും കാണേണ്ട കാര്യമില്ല. പിന്നെ വേറൊരു ഭാഗത്തുള്ള എന്താണെന്ന് വെച്ചാൽ, ചുമ്മാ ക്യാമറയ്ക്ക് നോക്കി നിന്നിട്ട് 200-300 കേക്ക് ലൈക്ക് മേടിക്കുന്ന ആൾക്കാരുണ്ട് ടിക്ടോക്കിൽ. അത് മറുവശത്താണെങ്കിലോ നമ്മൾ അത്യാവശ്യം നന്നായി അഭിനയിക്കുകയും ചെയ്തിട്ട് അതുപോലെ 3-4 മണിക്കൂർ വീഡിയോ എഡിറ്റ് ചെയ്ത് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ലൈക്ക് നോക്കിയാൽ 30-40 ലൈക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയുള്ള പരിപാടീസും കാണേണ്ട കാര്യമില്ല. പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ടിക്ടോക്ക് കൊണ്ട് എനിക്ക് തോന്നിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ ജമ്മത്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത പാട്ടുകളൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഈ ടിക്ടോക്കുകാരുടെയാണ് കേട്ടോ. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അതായത് ഞാനൊന്നും എൻ്റെ ഫോണിൽ കുറേ പാട്ടുകളൊന്നും എങ്ങനെ സെർച്ച് ചെയ്താലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേപോലത്തുള്ള പാട്ടുകളൊക്കെ ടിക്ടോക്കുകാർ എവിടെയാണെങ്കിലും ടിക്ടോക്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് എനിക്ക് തോന്നി ആകെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ടിക്ടോക്ക് നിരോധിച്ചതൊക്കെ വളരെ നല്ല കാര്യമാണ്. അതായത് നമ്മുടെ രാജ്യമാണ് വലുത്. അപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ടിക്ടോക്ക് നിരോധിച്ചതുകൊണ്ട് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ പറയുന്ന ഇപ്പോൾ ഫോണിലുള്ളവർക്ക് അത് യൂസ് ചെയ്യാം, പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് സെർവർ വന്നിട്ട് അയർലൻഡോ ഏതോ ആകുമെന്നാണ് പറയുന്നുണ്ടായിരുന്നത്. സോ എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ടിക്ടോക്ക് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ടിക്ടോക്ക് നിരോധിച്ചുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ പറയുക. അതേപോലെ ഞാനീ പറഞ്ഞത് എൻ്റെ ഇതാണ് കേട്ടോ, എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോൾ ടിക്ടോക്ക് ഫാൻസ് വന്ന് പൊങ്കാലിടാനൊന്നും വന്നേക്കരുത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലൊക്കെ പറഞ്ഞോളൂ, കുഴപ്പമില്ല, നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, കാണാം.